വേണ്ട, കൂൾ ഡൗൺ ഒന്നും ആവണ്ട, അവൻ തിളക്കട്ടെ. പക്ഷേ എന്തിനാ തിളക്കണേന്ന് കൂടെ ഓർക്കണം. തനിക്കിത് എവിടെ നിന്ന് കിട്ടിയതാ? മോട്ടിച്ചതോ കളഞ്ഞു കിട്ടിയതോ അല്ലേ? അല്ലാതെ സമ്പാദിച്ചൊന്നുമല്ലല്ലോ. വെറുതെ കിട്ടിയത് അത് ആർക്കും അനുഭവിക്കാം. അല്ലെങ്കിലേ ഇടുവാടി, തന്റെ പെങ്ങളെ കെട്ടിയത് ശ്രീധനായിട്ട് നീ കൂട്ടിക്കോ. സാജനും ഞങ്ങളും വലിയൊരു പ്രശ്നത്തിലാ. ചിലവാക്കിയ കാശ് കഴിഞ്ഞ് ബാക്കിയുള്ളത് കിട്ടിയാ നമ്മളെല്ലാവരും രക്ഷപ്പെടും. നിങ്ങളുടെ ഉയർച്ച കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴി എടിപ്പോയി. ഇപ്പൊ കൈ കാശൊന്നുമില്ല. ഇനി മുടക്കിയ പണം തിരിച്ചു വരണം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കക്കണം. ജാനകിയുടെ പണം എങ്ങനെയാടാ കൊടുക്കുക? പെട്ടെന്നത് കൊടുക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? എല്ലാ വഴിയും അടയുന്നത് വരെ നീ അത് മറച്ചു വെച്ചില്ലേ? അന്ന് ഈ രൂപ പോയ കാര്യം പറഞ്ഞിരുന്നേ പെട്ടെന്ന് അന്വേഷിക്കായിരുന്നു. അത് ഇവനെങ്ങനെ പറയാനാ? സ്വന്തം വീട്ടിൽ ആരെങ്കിലും കള്ളനാക്കിക്കൊണ്ട് വേണ്ട അത് പറയാൻ. വേറൊരു കുരിശിപ്പ് എന്റെ മണ്ടയിൽ വന്ന് വീഴും. ആ പൈസ അമ്മാവൻ അടിച്ചു മാറ്റി എന്നായിരുന്നു എന്റെ വിശ്വാസം. നിവൃത്തിയില്ലാതെ അമ്മാവൻ്റെ കുറച്ചെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി ഞാൻ നളിനിയെ കല്യാണം കഴിച്ചോളാം എന്ന് അവിടെ ചെന്ന് പറഞ്ഞു. അപ്പൊ ജാനകിയോ? അവളുടെ പൈസ നീ തൊലച്ചു, ഇനി ജീവിതം കൂടി തൊലയ്ക്കോ? എന്റെ അവസ്ഥ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ജാനകിയുടെ കാശ് എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ എന്റെ സമനില തെറ്റും. ആഹാരത്തിന് പോലെ ആ കുടുംബം കഷ്ടപ്പെടുമ്പോ അവരുടെ കാശ് കൊണ്ട് നമ്മള്, അതാ കാര്യം. അതാണ് എന്റെ പ്രശ്നം. അല്ലാതെ അവളെ മറന്നിട്ടൊന്നുമില്ല. നീ ഇനി എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ടാക്സി ഓടിച്ച് കിട്ടണേന്ന് നീ എനിക്ക് എത്ര പ്രാവശ്യം ചോറ് വാങ്ങി തന്നിട്ടുള്ളത്. വിശപ്പ് മാറ്റി തരുന്നവരെ ആരും ഒരിക്കലും മറക്കില്ലടാ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നീയാ. എനിക്കിപ്പോൾ അല്പം സമാധാനം തോന്നുന്നുണ്ട്. എടാ, നമ്മൾ ഇനി പിരിയരുത്. ത്രിമൂർത്തി അസോസിയേറ്റ്സ് ഒരിക്കലും ഇല്ലാതാവരുത്. ദീപം ദീപം ദീപം. കഴിഞ്ഞ പല ദിവസങ്ങളായി അറിഞ്ഞോ അറിയാതെയും ഞാൻ അവരുടെ പിന്നാലെയുണ്ട്. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് പ്രവർത്തിക്കണം. ഇതാണ് ശരിയായ സമയം. ആ പണം തിരികെ കിട്ടാൻ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ വിളിച്ചപ്പോഴും ചിന്നുവിന്റെ അച്ഛൻ ചോദിച്ചു, വയ്യാണ്ടിരിക്കുന്ന അച്ഛനെ എങ്ങും പറഞ്ഞു വിടണ്ടെന്നാ ചേട്ടൻ പറഞ്ഞേ. അച്ഛൻ ഇനി എങ്ങും പോകണ്ട. പോലീസിലും പരാതി കൊടുത്തിരിക്കല്ലേ, അവര് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു. നിന്റെ അച്ഛനെ എല്ലാം കണ്ടുപിടിച്ചു. ഈ അച്ഛന് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് മോളെ. സത്യത്തിലൊരു കയ്യബദ്ധം നിനക്കും പറ്റിയില്ലേ? അതാണ് എൻ്റെ വിഷമം. ഈ കുട്ടമ്പിള്ള സാറ് അവന്മാരോട് പറഞ്ഞു അങ്ങനെ ആയിപ്പോയി. ഞാൻ വച്ചകാലം ഒരിക്കലും പിന്നോട്ടെടുത്തിട്ടില്ല. ഞാനത് തെളിയിക്കും. എല്ലാം തിരിച്ചു പിടിക്കും. അവൻ വന്നിരുന്ന് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സ് നൊന്തു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഐസ് പോലെ അലിയുന്ന ആളാ അല്ലേ? കൊച്ചാട്ടൻ പറയും പോലെ അവൻ കാല് പിടിച്ചു കരഞ്ഞു എന്ന് പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അല്ലല്ല, എന്റെ നാത്തൂനെ ഞാൻ അതിശയിച്ചു പോയി. നളിനി പറയുന്നതേ ഇപ്പൊ എപ്പോഴും ഫോൺ വിളിയാന്ന. അതും ഞാൻ വിശ്വസിക്കില്ല. എന്നാ ഇപ്പൊ പറയുന്നു വിശ്വസിക്കുവോ? നോക്ക്, ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. അവൻ കുറച്ചുകൂടി കൂടുതൽ ചോദിച്ചു തോന്നുന്നു. കൊടുക്കാം, ബാക്കിയും കൊടുക്കാം. കൊച്ചാട്ടൻ ഇത് ഇങ്ങനെയൊക്കെ പറയണത്? സാജന്റെ കല്യാണ കാര്യത്തില് ഒരു പൈസ പോലും ഇവിടെ ആരും മേടിക്കില്ല. കുഞ്ഞുനാളിൽ നിന്റെ തലക്കിട്ട് തരണ പോലെ ഒരു തട്ടങ്ങിട്ട് തരും ഞാൻ. ഇനി അമ്മാവനും അനന്തരവനും തമ്മില് എന്ത് വേണേലും ആയിക്കോ. മോനെ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ അമ്മാവനുണ്ടാ, നീ സങ്കടപ്പെടണ്ടാ. നിനക്ക് വേണ്ടി 50 ലക്ഷം അമ്മാവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കൊണ്ടുപോടാ, നിന്റെ പ്രശ്നങ്ങൾ തീർക്കടാ. ഒരു മിനിറ്റ്, അതങ്ങ് വാങ്ങിക്കടാ. ബാക്കി ഇവിടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അവളെ ആര് കിട്ടും? നീ കിട്ടും? ഇവള് സമ്മതിക്കുവാണെങ്കിൽ അവളെ കൂടി ഞാൻ കെട്ടാം. ഏതായാലും ജീവിതം കട്ടപ്പുറത്താ. എന്നാ പിന്നെ ബഹുഭാരനായിട്ട് അങ്ങ് പോവാലോ. മതിയടാ, ഈ കല്യാണ പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. ഞാനിപ്പോ വരാം. അമ്മാവനൊന്ന് വന്നേ. എന്താ? ഞാൻ പറഞ്ഞത് തന്നെയാ എന്റെ മോനും പറയാൻ പോകുന്നത്.
ഞങ്ങളെ നാത്തൂന്റെ തരം ആൾക്കാരല്ല, കുടുംബക്കാരാ. 25 കൊല്ലം കൊണ്ട് ആങ്ങളെ എനിക്കറിയാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. എടാ എടാ നിനക്ക് എത്ര തന്തണ്ടാ നായെ? മാന്യന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവമാനിക്കടാ തെണ്ടി. അവന് ഭ്രാന്ത. എവിടെയെങ്കിലും കൊണ്ട് ഈ ചങ്ങലക്കിട്. എന്റെ വീട്ടിൽ വന്ന് ഭാര്യയോടും മോളോടും കാലു പിടിച്ച് കെഞ്ചി പറഞ്ഞത് ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്താണത്രേ. അവൻ എന്റെ പണവും വേണ്ട, കല്യാണവും വേണ്ട അത്രേ. വേണ്ട വേണ്ട ഇറങ്ങടി. നമുക്ക് ഈ ചെറ്റളായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട. വേഗം പോ. വാടി. ഇനി വീട്ടിൽ ഞാൻ കാലുന്നില്ല. ആ പെട്ടി താഴെ വെക്കണോ? എന്റെ മകന് സ്ത്രീധനം കൊടുക്കണമെന്ന പടാനല്ലോ അത്. താഴെ വെക്കണോ? വിശാലം, പെട്ടി എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കേ. ആ പണം നമുക്ക് വേണോ? വേണം. ഞാനാ തീരുമാനിക്കുന്നത്. അത് നീ തന്നെ എടുക്കാൻ വേണം. മാറു നാത്തൂനെ. എടി പൊട്ടി വിശാലാക്ഷി, ഇത് നിന്റെ പണമാ, നിനക്ക് അവകാശപ്പെട്ട പണം. എല്ലാരും കേട്ടോളൂ. ഈ കൊച്ചു പൊന്ന ഗോവിന്ദന്റെ ഞാനൊന്നും പറയുന്നില്ല. വിശാലത്തിന്റെ അമ്മയുടെ വക കേസ് കിടന്നൊരു പറമ്പുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് കളിച്ച് കേസിന്റെ റൂട്ട് മാറ്റി അതിനെ സ്വന്തം പേരിലാക്കി കിട്ടിയ കാശ് മുഴുവൻ വിഴുങ്ങി. പണ്ട് കൃഷ്ണൻ അവല് വിഴുകിയ പോലെ. ഇതിനകത്ത് 25 ആണെങ്കിൽ ബാക്കി 75, ഇതിനകത്ത് 50 ആണെങ്കിൽ ബാക്കി 50. ഞാൻ ആളെ അയക്കും, കൊടുത്തയച്ചോണം. മക്കളെ, എന്റെ പുറകെ പോലീസ് ഉണ്ടോ? അച്ഛൻ പോവാ. അന്നത്തെ ആ കാറിന്റെ അതേ മോഡലല്ലേ? അതും 72 മോഡലായിരുന്നു. ആ മോഡലൊക്കെ അത് തന്നെ, പക്ഷെ കളർ വേറെയല്ലേ? കളർ മാറ്റാൻ എവറസ്റ്റ് കീഴടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പെയിന്റും ബ്രഷും ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാം. അത് ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നൂടെ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുണ്ടെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാനിവിടെ നിന്നോളാം. മണ്ടത്തരവായിപ്പോയല്ലേ? പിന്നല്ലാതെ. അയ്യോ സാറേ, പ്രേതം ഓടിക്കോ! ചാക്കോച്ചാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞത് കേട്ടില്ലേ? ഓടിക്കോളാൻ. എന്നാ വിട്ടോ. പിടിക്കണോ അവരെ? BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് 3ന്റെ അവകാശിയാണ് ഞാൻ. എനിക്ക് പൈൽസും. എന്നാ സാർ ഒട്ടും ഓടണ്ട, എനിക്കത് താങ്ങാൻ വയ്യ, അതുകൊണ്ടാ. നീ വന്നേ. എന്തോ പറയാനാ? സാറെന്തിനാ അന്യ പുറത്തിട്ട് അടിക്കുന്നത്? അടിക്കണോ? വേണ്ട, അത് പാടില്ല. താൻ പറഞ്ഞു ഒന്ന് അനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രൊമോഷൻ പോയി. ഇല്ല സാറേ, സാറിന് പ്രൊമോഷൻ പോകത്തില്ല. സാറിന് പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞ് ശ്രമിച്ചാൽ ഡിസ്മിസൽ.